ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്ററിൽ ആൻസിലറി കോഴ്സായിട്ട് വരുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക സബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യത്തിന് എന്താണ് വൺ വേർഡിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ദെയർ ഫസ്റ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഫസ്റ്റ് ഫാക്ടറി ഉണ്ടാക്കിയ സ്ഥലം സൂറത്തിലായിരുന്നു, ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ഇൻ ബംഗാൾ? ബംഗാളിലെ ഫസ്റ്റ് ഗവർണർ റോബർട്ട് ക്ലൈവ്. ഹു വാസ് ഡിഫീറ്റഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757? പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചത് സിറാജ് ദൗളയായിരുന്നു. ഹു ഇൻട്രൊഡ്യൂസ്ഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ബംഗാൾ? കോൺവാലിസ് പ്രഭു ആയിരുന്നു ഈ ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ യൂണിവേഴ്സിറ്റി? തോമസ് ബാബിങ്ടൺ മെക്കാള. വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ കീഴിൽ പാസ്സാക്കിയിട്ടുള്ള 1835 പ്രമേയത്തിലൂടെ മെക്കാള പ്രഭു ആയിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് മാറ്റർ ഓഫ് 1857 റിവോൾട്ട്, അതായത് 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ ആയിരുന്നു. ഹു വാസ് ദ ബ്രിട്ടീഷ് മൊണാർക്ക് അറ്റ് ദ ടൈം ഓഫ് 1857 റിവോൾട്ട്? 1857 റിവോൾട്ടിൽ ബ്രിട്ടീഷ് രാജ്ഞി ക്യൂൻ വിക്ടോറിയ രാജ്ഞി, ബ്രിട്ടീഷ് രാജാവ് എന്നുള്ളത് രാജാധികാരമുള്ളത് വിക്ടോറിയ രാജ്ഞിക്കായിരുന്നു. ഹു ആർ ദ ലീഡർ ഓഫ് സാന്താൾ റിവാട്ട്? സിദ്ധു ആൻഡ് കാണ്. ഹു ഫൗണ്ടഡ് ബ്രഹ്മ സമാജ്? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഹു ഗവ് ദ സ്ലോഗൻ ഗോ ബാക്ക് ടു ദ വേദാസ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സ്ലോഗൻ ആയിരുന്നു അത്. ഹു റോഡ് ദ ബുക്ക് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ദാദാബായി നവറോജിയുടെ ബുക്കായിരുന്നു. ഹു പാർട്ടീഷൻഡ് ബംഗാൾ ഇൻ ദ ഇയർ 1905? കേഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനത്തിന് നേതൃത്വം കൊടുത്തത്. ഹു സ്റ്റാർട്ടഡ് സ്വദേശി മൂവ്മെൻറ്റ് ഇൻ 1905? ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധമായി ലാൽ ബാൽ പാൽ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. ഇൻ വിച്ച് ഇയർ ലക്നൗ പാക്ട്? 1916 ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് 1914. അതായത് ഒന്നാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്ത വർഷം 1914. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷനിലെ സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ മെർക്കൻറ്റലിസം. മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞ അതിൻ്റെ കൺസെപ്റ്റ് മാതൃരാജ്യത്തിൻ്റെ സാമ്പത്തിക ലാഭത്തിനായിട്ട് കച്ചവട കുത്തക സ്ഥാപിക്കുന്നതിനും കോളനികളെ കേവലം അസംസ്കൃത വസ്തുക്കളുടെ വിതരണക്കാരായും ഉൽപ്പന്നങ്ങളുടെ വിപണിയായി മാറ്റുന്നതിനുള്ള സാമ്പത്തിക നയമാണ്. 17 റൈറ്റ് എ നോട്ട് ഓൺ ദിവാനി റൈറ്റ്. ബക്സർ യുദ്ധത്തിന് ശേഷം മുഗൾ ചക്രവർത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രവിശ്യകളിൽ നിന്നുള്ള ഭൂനികുതി നേരിട്ട് പിരിക്കാനുള്ള നിയമപരമായിട്ടുള്ളൊരു അവകാശമാണിത്. സബ്സിഡിയറി അലയൻസ്. ലോർഡ് വെല്ലസ്ലി നടപ്പിലാക്കിയ ഈ ഒരു വ്യവസ്ഥ അനുസരിച്ച് സഖ്യത്തിൽ ഏർപ്പെടുന്ന സ്വദേശി രാജ്യം ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ തങ്ങളുടെ പ്രദേശത്ത് നിലനിർത്തുകയും അതിൻ്റെ ചെലവുകൾ വഹിക്കുകയും വേണം. ഇത് രാജ്യങ്ങളുടെ പരമാധികാരം നഷ്ടപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് സബ്സിഡിയറി അലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ റൈറ്റ് വാരി സിസ്റ്റം. മദ്രാസ്, ബോംബെ പ്രവിശ്യകളിൽ നടപ്പിലാക്കിയ ഈ ഭൂനികുതി വ്യവസ്ഥയിൽ മധ്യവർത്തികളില്ലാതെ യഥാർത്ഥ കർഷകരുമായി നേരിട്ടാണ് നികുതി നിശ്ചയിച്ചത്. അതായത് നേരിട്ട് ഭൂനികുതി പിരിക്കുന്ന വ്യവസ്ഥയായിരുന്നു ഇത്, ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നത്. വാസ് ലോർഡ് മെക്കാളെ? ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ നിയമാംഗമായിരുന്നു അദ്ദേഹം. 1835 തൻ്റെ പ്രശസ്ത മെക്കാള മിനിറ്റ്സിലൂടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിത്തറയിട്ട വ്യക്തിയായിരുന്നു. 21 വാട്ട് ഈസ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്? ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ഈ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഒരു സ്വദേശി രാജ്യത്തെ ഭരണാധികാരിക്ക് സ്വാഭാവികമായിട്ട് ആൺമക്കളില്ലാതെ മടിക്കുകയാണെങ്കിൽ ആ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് കണ്ടുകെട്ടണമായിരുന്നു. 22 ഇമ്മീഡിയറ്റ് കോസ് ഓഫ് 1857 റിവോൾട്ട്. പുതിയ എൻഫീൽഡ് റൈഫിളുകൾ ഉപയോഗിച്ച് കൊഴുപ്പ് പുരട്ടിയ തിരകൾ അത് കേട്ടടിച്ച് പെട്ടെന്നുണ്ടാകും. അതായത് ഈ യുദ്ധത്തിന് മുന്നോടിയായിട്ട് ഈ സൈനികർക്ക് പുതിയ എൻഫീൽഡിൻ്റെ റൈഫിളുകളിൽ കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള തിരകളാണ്
കൊടുത്തിരുന്നത് തോക്കിൽ ഉപയോഗിക്കാൻ. ഇതിൽ എന്താ വെച്ചാൽ ഈ പശുവിൻ്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കിംവദന്തി സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി. അപ്പോൾ അതൊരു പ്രധാന കാരണമായി. 23 ഡിഫൈൻ നാഷണലിസം. ഒരു നിശ്ചിത പ്രവിശ്യയിൽ ജീവിക്കുന്ന ജനങ്ങൾ പൊതുവായ ചരിത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലം പങ്കിടുമ്പോൾ അവരിൽ രൂപപ്പെടുന്ന ഐക്യബോധത്തെയാണ് ദേശീയത എന്ന് വിളിക്കുന്നത്. 24 റൈറ്റ് നോട്ട് ഓൺ തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബസൻ്റാണ് ഇത് രൂപീകരിച്ചത്. പുരാതന ഇന്ത്യൻ മതങ്ങൾ, തത്വചിന്തകൾ, ഉപദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളെയും പുനരുജ്ജീവനത്തെയും പ്രോത്സാഹിപ്പിച്ച ഒരു സാമൂഹിക മതനവീകരണ പ്രസ്ഥാനമാണിത്. ഡ്രെയിൻ തിയറി. ദാദാഭായ് നവറോജി ആവിഷ്കരിച്ച ഈ ഒരു തിയറി ഇന്ത്യയുടെ സമ്പത്ത് യാതൊരുവിധ സാമ്പത്തിക പ്രതിഫലവും നൽകാതെ വ്യവസ്ഥാപിതമായി ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോകുന്നതിനെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. സെക്ഷൻ സി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്ടേജാണ് എഴുതേണ്ടത്. റൈറ്റ് എ നോട്ട് ഓൺ ലക്നൗ പാക്ട്. ലക്നൗ കരാറിനെ കുറിച്ച്. ലക്നൗ പാക്ട് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ളൊരു രാഷ്ട്രീയ കരാറാണ്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ താൽക്കാലികമായിട്ട് ഇല്ലാതാക്കാൻ ഈ കരാറിന് സാധിച്ചു. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു സംയുക്ത ഭരണഘടനാ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ഇത് സംഘടനകൾക്കും വേദിയൊരുക്കി. കൂടാതെ കോൺഗ്രസിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള താൽക്കാലിക ഐക്യത്തിനും ഈ ഒരു ലക്നൗ സമ്മേളനം കാരണമായി. മെൻഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യങ്ങൾ. 1906 സ്ഥാപിതമായ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും ബ്രിട്ടീഷ് സർക്കാരിനെ നേരിട്ട് ധരിപ്പിക്കാൻ ഇത് ശ്രമിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തോട് വിശ്വസ്തത പുലർത്തുന്നതോടൊപ്പം മറ്റ് ഇന്ത്യൻ സമുദായങ്ങളുമായി ശത്രുത ഉണ്ടാക്കുന്നത് തടയുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. 28 റൈറ്റ് നോട്ട് ഓൺ അമൃത്സർ മസാക്കർ. അമൃത്സർ കൂട്ടക്കൊലയെക്കുറിച്ച് എഴുതാനാണ്. 1919 റൗലത്ത് സത്യാഗ്രഹത്തിനിടെ നടന്ന ക്രൂരമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണിത്. കരിനിയമമായിട്ടുള്ള റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒത്തുകൂടിയിട്ടുള്ള സമാധാന പ്രിയരായിട്ടുള്ള ജനക്കൂട്ടത്തിന് നേരെ ജനറൽ ഡയറുടെ നേതൃത്വത്തിലുള്ളൊരു ബ്രിട്ടീഷ് സൈന്യം ക്രൂരമായിട്ട് വെടിയുതിർത്തു. മൈതാനത്തിൻ്റെ ഏക ഇടുങ്ങിയ വഴി അടച്ചുകെട്ടി നടത്തിയ വെടിവെപ്പിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഈ ഒരു സംഭവം രാജ്യത്തുടനീളം കടുത്ത അമർഷത്തിന് കാരണമായും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായിട്ടൊരു ജനകീയ വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. 29 വോയിസ് ആനി ബസൻ്റ്. ഇന്ത്യയുടെ സ്വയം ഭരണത്തിനായി ശക്തമായിട്ട് വാദിച്ച ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റും തിയോസഫിസ്റ്റും ആയിരുന്നു ആനി ബസൻ്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയിലൂടെ പുരാതന ഇന്ത്യൻ മതങ്ങളെയും തത്വചിന്തകളെയും കുറിച്ച് പഠിക്കാൻ അവർ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. 1916 ബാലഗംഗാധര തിലകനോടൊപ്പം ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച അവർ രാജ്യത്തുടനീളം സ്വയം ഭരണത്തിനായിട്ടുള്ള പ്രചാരണം നടത്തി. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത കൂടിയാണ് അവർ. 30 ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതാനാണ്. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ശക്തമായ ജനകീയ സമരമാണ് സ്വദേശി പ്രസ്ഥാനം. കേവലം നിവേദനങ്ങൾ നൽകുന്ന രീതിയിൽ നിന്ന് മാറി നേരിട്ടുള്ള ജനകീയ പ്രതിരോധത്തിലേക്ക് സ്വാതന്ത്ര്യ സമരം മാറിയത് ഇതിലൂടെയാണ്. വിദേശ യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ഇത് ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾക്ക് ബദലായി ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം ജനങ്ങളിൽ വലിയ കൊളോണിയൽ വിരുദ്ധ ബോധം വളർത്തി. 31ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിൻ്റെ ആഘാതം. ദേശീയ ഐക്യം തകർക്കാൻ 1905 കേഴ്സൺ പ്രഭു നടപ്പിലാക്കിയിട്ടുള്ള ബംഗാൾ വിഭജനം ജനങ്ങളിൽ വലിയ രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കാൻ കാരണമായി. സ്വദേശി പ്രസ്ഥാനത്തിനും വിദേശ വസ്തു ബഹിഷ്കരണത്തിനൊക്കെ ഇത് വഴി തുറന്നു. സാധാരണ ജനങ്ങളും വിദ്യാർത്ഥികളും സ്ത്രീകളും സജീവമായി തെരുവ് സമരങ്ങളിലേക്ക് ഇറങ്ങി. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയ ഈ ഒരു സംഭവം തീവ്ര ദേശീയതയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. 32 മുതലുള്ള ക്വസ്റ്റ്യൻ സെക്ഷൻ സി ആണ്. അത് കുറച്ചുകൂടെ നിങ്ങൾ എലാബറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കാം.